വയനാട് വാഗേരിയിൽ യുവകർഷകനെ കൊലപ്പെടുത്തിയ WWL 45 എന്ന നരഭോജി കടുവ ഇന്നലെ ഉച്ചയോടെയാണ് കൂട്ടിലായത്. ആദ്യം കടുവയെ എത്തിച്ച കുപ്പാടി വന്യമൃഗ പരിപാലന കേന്ദ്രത്തിൽ 7 കടുവകൾക്കുള്ള കൂടുകളാണ് ഉള്ളത്. WWL 45 കൂടി എത്തിയതോടെ എണ്ണം 8ആയി. ഈ സാഹചര്യത്തിലാണ് വാഗേരിയിലെ കടുവയെ പുത്തൂരിലേക്ക് മാറ്റുന്നത്. നെക്സ്റ്റ് പ്രൊസീജിയർ നമ്മളിതിനെ ഡോക്ടേഴ്സ് ഇവിടെ വെച്ച് ഇനീഷ്യൽ ആയിട്ട് അതിനെ പരിശോധിച്ച് എക്സാമിൻ ചെയ്തതിന് ശേഷം പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഇന്ന് രാത്രി തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. കൂട്ടിൽ കുടുങ്ങിയ കടുവയുടെ മുഖത്ത് ഗുരുതര മുറിവേറ്റിട്ടുണ്ട്. ഇത് മറ്റ് കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ സംഭവിച്ചതായിരിക്കാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. കൂടുതലായിട്ടുള്ള എക്സ്റ്റൻഷൻ പറയാൻ പറ്റുള്ളൂ. ഒബ്സർവേഷൻ നടത്തുന്നത് കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റും. മേ ബി ഒരു ഇൻഫൈറ്റ്, ആ ഒരു വൂണ്ടിന്റെ ഒരു പാറ്റേൺ കണ്ടിട്ട് മറ്റൊരു കടുവയായിട്ട് ഉള്ള ഇൻഫൈറ്റ് മൂലമാണെന്നാണ്. കടുവയെ വയനാടിന് പുറത്തേക്ക് മാറ്റുമെന്ന് വാഗേരിക്കാർക്ക് വനംവകുപ്പ് ഉറപ്പു നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വാഗേരിയിലെ ഭീകരനെ പുത്തൂരിലേക്ക് മാറ്റാനും വനംവകുപ്പ് തീരുമാനിച്ചത്. സീ മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.